ഹായ് ഫ്രണ്ട്സ്, നമുക്ക് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്നൊരു ചലഞ്ച് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ചലഞ്ച് വീഡിയോ എന്നല്ല, നമ്മൾ കുറച്ച് ലിപ്സ്റ്റിക് ഷെയ്ഡ്സ് ഡിഫറെൻറ്റ് സ്കിൻ ടോണിൽ യൂസ് ചെയ്യുമ്പോഴത്തേക്കും എങ്ങനെ ആയിരിക്കും എന്നറിയാൻ വേണ്ടി. ഇപ്പം ഞാനൊരു മീഡിയം ഫെയർ സ്കിൻ ടോൺ ആണ്, ഇവൾ നല്ല ഫെയർ സ്കിൻ ടോൺ ആണ്. അപ്പോൾ ഒരേ ലിപ്സ്റ്റിക്ക് നമ്മൾ രണ്ടുപേരുടെയും സ്കിൻ ടോണിൽ എങ്ങനെ ഇത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഡിഫറൻസ് നമുക്കൊന്ന് ജസ്റ്റ് കാണാൻ വേണ്ടി കേട്ടോ. അപ്പോൾ കുറച്ച് ലിപ്സ്റ്റിക്ക് ഞങ്ങൾ ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് ലിപ്സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഓരോന്നോരോന്നാണ് ഇട്ട് നോക്കിയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഞാൻ എടുക്കാൻ പോകുന്ന ലിപ്സ്റ്റിക് ഷെയ്ഡ് എന്ന് പറയുന്നത് നമ്മുടെ മെബിലിന്റെ സെൻസേഷണൽ ലിപ്സ്റ്റിക് ഷെയ്ഡാണ്. ഇതിവള് ഡെയിലി യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക് ഷെയ്ഡാണ്. ഞാൻ അങ്ങനെ യൂസ് ചെയ്യൽ കുറവായത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് സ്വാച്ച് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടത്. ഓക്കെ, മെബിലിന്റെ സെൻസേഷണൽ 08 എന്ന ഷെയ്ഡാണ്. അപ്പം എനിക്ക് ഇതിങ്ങനെ വരുന്നത് കുറച്ച് ഫെയ്ഡ് ഔട്ട് ആണ്, എന്നാൽ ഒത്തിരി ഫെയ്ഡ് ഔട്ട് ആണെന്നുള്ളൂ. ഈ വീഡിയോയിൽ കുറച്ചും കൂടെ ഫെയ്ഡ് ഔട്ട് തോന്നുന്നുണ്ട്, പക്ഷെ ഇവർക്ക് കുറച്ചും കൂടെ നല്ല ബെറ്റർ ആയിട്ടുള്ള കളറാണ്. മാർസ് ഖൂബ്സൂരത് കുച്ചിപ്പുടി ഇൻ ദ ഷെയ്ഡ് 12. ഓക്കെ, അപ്പം എനിക്ക് ഇടുമ്പം ഇങ്ങനെയാണ് വരുന്നത്, ഇവർക്ക് ഇടുമ്പോൾ ഇങ്ങനെയാണ്. ഓൾമോസ്റ്റ് ഏകദേശം സെയിം ആയിട്ട് എനിക്ക് തോന്നി. പക്ഷെ എനിക്ക് വീഡിയോയിൽ കുറച്ചും കൂടെ കളർ ഷെയ്ഡ് ഡിഫറെൻ്റ് ആയിട്ടാണ് കാണുന്നത്, പക്ഷെ നേരിട്ട് കാണാൻ കുറച്ചും കൂടെ ബെറ്റർ. നെക്സ്റ്റ് ഷെയ്ഡ് നമ്മൾ ഇട്ടത് ഡാസ്ലറിന്റെ ഇൻ ദ ഷെയ്ഡ് DLC 025. ഇങ്ങനെയാണ് എനിക്ക് വരുന്നത്. ഇതൊരു ചോക്ലേറ്റ് ബ്രൗൺ കളറാണ് കേട്ടോ. അപ്പം കുറച്ചുകൂടെ ബ്രൗണിഷ് ഷെയ്ഡാണ് എനിക്ക്. ഇവർക്ക് കുറച്ചും കൂടെ ലൈറ്റ് ബ്രൗണിഷ് ഷെയ്ഡാണ്. നെക്സ്റ്റ് ഷെയ്ഡ് ഞങ്ങൾ ഇട്ടിരിക്കുന്നത് മെബിലിൻ്റെ ഇൻ ദ ഷെയ്ഡ് 01. ഇത് നല്ല ഡീപ്പ് റെഡാണ് കേട്ടോ. ഇത് എനിക്കിടുമ്പോൾ ഇങ്ങനെ ആയിരിക്കും, ഇവക്കിടുമ്പം ഇതിങ്ങനെ. ഒട്ടും സ്യൂട്ടാവുന്നില്ല. എനിക്ക് പിന്നെയും കുഴപ്പമില്ല. ദിസ് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഷെയ്ഡാണ് മാർസിന്റെ ഇൻ ദ ഷെയ്ഡ് 12. ദിസ് ലുക്സ് ലൈക്ക് ദിസ്. എനിക്കിടുമ്പോൾ ഇങ്ങനെ ആയിരിക്കും, ഇവക്കിടുമ്പം ഇതിങ്ങനെ. ഓൾമോസ്റ്റ് നല്ല ഷെയ്ഡാട്ടോ, എല്ലാ സ്കിൻ ടോണിനും പറ്റും. മാസിന്റെ തന്നെ ഇൻ ദ ഷെയ്ഡ് 19 ആണ്. ദ വേഴ്സ്റ്റ് ഷെയ്ഡ് ഞാൻ വാങ്ങിച്ചത് പർച്ചേസ് ചെയ്തതിൽ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ്. ഇത് ഞാൻ പർച്ചേസ് ചെയ്താണ്. എന്തുകൊണ്ടാണ് പർച്ചേസ് ചെയ്തതെന്ന് എനിക്കറിയാം. ഡീപ്പ് റെഡ് ടോൺ ആണ് അണ്ടർ ടോൺ വരുന്നത്. ഒരു ഓറഞ്ച് ഡീപ്പ് റെഡ് മറ്റേ ഓറഞ്ച് ഷെയ്ഡ് കമിക്സ് ആവുന്നതാണ്. എനിക്ക് ഇടുമ്പോൾ ഇത് ഇങ്ങനെയാണ്, ഇവർക്ക് ഇടുമ്പോൾ ഇതിങ്ങനെ. നെക്സ്റ്റ് ലാർജ് ഷെയ്ഡ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, മെബിലിന്റെ സെൻസേഷനിന്റെ ഷെയ്ഡ് 21 ആണ്. നമ്മൾ ഇതിന്റെ ഷെയ്ഡ് വേറെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ്. ഇത് പക്ഷെ എനിക്ക് നല്ല ഫെയ്ഡ് ഔട്ട് ആണ്. ഇവക്ക് പക്ഷെ അത്യാവശ്യം നല്ല നോട്ട് ഷെയ്ഡാണ്. ഇതെനിക്ക് നല്ല ഫെയ്ഡ് ഔട്ട് ആണ്. അപ്പം ഇത്രയാണ് നമ്മുടെ കയ്യിലുള്ള ലിപ്സ്റ്റിക്കിന്റെ ഷെയ്ഡ്സ്. ഇതിലും കൂടുതലുണ്ടായിരുന്നു, ഒത്തിരി ഞങ്ങൾ എടുത്ത് കളയുകയൊക്കെ ചെയ്തു യൂസ് ചെയ്യാതെ. നമുക്ക് കുറച്ച് ഫേവറേറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം യൂസ് ചെയ്ത് കുറച്ചൊക്കെ എക്സ്പയർഡ് ആയി പോവുകയൊക്കെ ചെയ്തു. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ആൻഡ് ഷെയർ ദ വീഡിയോ. താങ്ക് യു. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട.